ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ നിങ്ങളെല്ലാവർക്കും അറിയാം, ഇപ്പോൾ സെറ്റ് പരീക്ഷയുടെ സമയമാണ്. ഇനി നെറ്റ് പരീക്ഷയുടെ സമയമാണ്. സെറ്റ് ജൂലൈ 28 നടക്കുന്നു. നെറ്റ് പരീക്ഷ ജൂൺ മാസം 25, 26, 27 തീയതികളിലായിട്ട് നടക്കുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. സെറ്റ് എങ്ങനെയാണ്, നെറ്റ് എങ്ങനെയാണ്, ഇത് രണ്ടിലേതാണ് മെച്ചം, അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും പലരുടെയും മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ പോലും ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ബി എഡ് ഇല്ല, ബി എഡ് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ സെറ്റ് എഴുതാമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പല തോന്നലുകളും പലർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തെ എങ്ങനെ ഒന്ന് അഡ്രസ്സ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഇപ്പോൾ ഏതാണ് നല്ലത്? ഇപ്പം നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും ഏകദേശം ഒരുപോലെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, പിന്നെ റിസർച്ച് അസോസിയേറ്റ്, പിന്നെ സയൻറ്റിസ്റ്റ് പോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പല പോസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നെറ്റ് തന്നെയാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? കുട്ടികളോട് താല്പര്യമുള്ള ആൾക്കാർ, +2 വരെയുള്ള കുട്ടികളെ ഫോം ചെയ്യേണ്ട ഒരു ഫോർമേഷൻ കാലഘട്ടത്തിൽ അവരെ സഹായിക്കേണ്ട ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് സെറ്റ് പരീക്ഷയുടെ കാര്യമാണ്. നിങ്ങൾക്ക് ബി എഡ് ഉണ്ട്, PG ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സെറ്റ് പരീക്ഷയും എഴുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു റിയാലിറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ നിന്ന് ആൾക്കാരെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അല്ലേ? ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ കുടിയേറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു യുവാക്കളായിട്ടുള്ള ആൾക്കാർ, യുവജനങ്ങളായിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇപ്പം കുറച്ച് ആൾക്കാരെ കേരളത്തിലുള്ളൂ. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, എൻ്റെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊന്നും ഇപ്പം നാട്ടിലില്ല. വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരെ ഇപ്പം നാട്ടിലുള്ളൂ. അപ്പോൾ അവർ വിദേശത്ത് പോകുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർ കോളേജുകളിലേക്ക് വരുന്നില്ല. ഇപ്പോൾ കോളേജുകളിൽ കുട്ടികൾക്ക് ഒരു ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബി എഡ് ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ സെറ്റ് ഒന്ന് ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ച് നെറ്റ് തീരെ അങ്ങ് പോയി ഒട്ടുമില്ല എന്നുള്ളതൊന്നും അല്ല അതിനർത്ഥം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് കുറച്ച് പെയിൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നെറ്റിന് വേണ്ടി പോകാവുള്ളൂ. പഠനത്തിൻ്റെ ഒരു എന്താണ് പ്രയാസവും നോക്കുകയാണെങ്കിൽ തന്നെയും സെറ്റിന് കുറച്ച് എളുപ്പവും നെറ്റ് കുറച്ച് പ്രയാസവുമാണ്. കൂടുതൽ തവണ എഴുതി നമ്മൾ പാസ്സാകാൻ ശ്രമിക്കേണ്ട ഒന്നാണ് നെറ്റ് പരീക്ഷ. പക്ഷേ സെറ്റ് നമുക്ക് അത്രയും തവണ എഴുതേണ്ടി വരുന്നില്ല. സെറ്റ് കൂടുതൽ എഴുതേണ്ടി വരുന്നവർക്ക് അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ പഠിക്കാഞ്ഞിട്ട് മാത്രമാണ്. അല്ലാതെ ഒന്ന് നന്നായിട്ട് ആ സിലബസ് ഏകദേശം പഠിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് പരീക്ഷ വളരെ ഈസി ആയിട്ട് പാസ്സാകാവുന്ന ഒരു പരീക്ഷ തന്നെയാണ്. പക്ഷേ നെറ്റ് അങ്ങനെയല്ല. നമ്മൾ 100% സിലബസ് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും ഓരോ തവണയും ക്വസ്റ്റ്യൻ വരുന്നത് ഓരോ രീതിയിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും. ഓരോ തവണയും ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യനിൻ്റെ സ്റ്റാൻഡേർഡിന് വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ അപ്രോച്ചിന് വ്യത്യാസമുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിരി വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 4 ഇയർ UG പ്രോഗ്രാം വരികയാണ്. അപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം വരുമ്പോൾ 4ാം വർഷം ഓണേഴ്സ് ബിരുദം നേടുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവർക്കും ഈ നെറ്റ് പരീക്ഷ അപ്പിയർ ചെയ്യാം. അത് 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അറിയാം, ജസ്റ്റ് PhDക്ക് ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ മാറിയ UGCയുടെ നിയമപ്രകാരം നെറ്റ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നെറ്റ് പരീക്ഷയ്ക്ക് 3 രീതിയിലുള്ള വിൻഡോയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? JRF, ലെക്ചർഷിപ്പ് ഉള്ളി, പിന്നെ PhD ഉള്ളി, അങ്ങനെ 3 രീതിയിലുള്ള വിൻഡോയാണ് നെറ്റ് പരീക്ഷയ്ക്കുള്ളത്. പിന്നെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾക്കറിയാം, പാസ് പെർസെൻറ്റേജും നെറ്റ് പരീക്ഷയ്ക്ക് വളരെ കുറവാണ്. ഏകദേശം 1.5% ആൾക്കാർക്ക് മാത്രമാണ് CSIR + UGC നെറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ UGC നെറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഏകദേശം 1% ആൾക്കാർക്കൊക്കെയാണ് നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ, JRFോടുകൂടി ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സെറ്റ് പരീക്ഷയിലേക്ക് വരുവാണെങ്കിൽ ആ ശതമാനം കുറച്ച് കൂടുന്നുണ്ട്. ഒരു 10% ആൾക്കാർ സെറ്റ് പരീക്ഷ പാസ്സാകുന്നുണ്ട്. അപ്പോൾ പാസ് പെർസെൻറ്റേജ് തന്നെ നമുക്കറിയാം പരീക്ഷയുടെ പ്രയാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് B.Ed ഉണ്ട്, PG ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കണം, സെറ്റ് പരീക്ഷ എഴുതിയിരിക്കണം. യാതൊരു മടിയും വിചാരിക്കരുത്.
കാരണം അവസരങ്ങൾ കൂടുതൽ നമ്മുടെ സെറ്റ് പരീക്ഷയ്ക്കും അത് അനുബന്ധമായിട്ടുള്ള സ്കൂളുകളിലുമാണ്. അവസരങ്ങളുടെ എണ്ണം കോളേജുകൾ നമുക്കറിയാം, കോളേജുകളിൽ അധ്യാപകരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അത് കോമ്പറ്റീഷൻ കൂടുതലാണ്. PhD മാത്രം പോരാ, PhD കഴിഞ്ഞ് PDF വേണം. എത്ര PDF ഉണ്ടോ അത്രയും നമുക്ക് ക്വാളിഫിക്കേഷൻ നമുക്ക് കൂടുതൽ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആ ഹൈ പ്രൊഫൈൽ ജോലി നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും യു ഷുഡ് ഗോ ഫോർ നെറ്റ്. അപ്പം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഒത്തിരി അവസരങ്ങളുണ്ട്. അവസരങ്ങൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. റിസർച്ച് ഉണ്ട്, അധ്യാപനമുണ്ട്, പിന്നെ അതിനുശേഷം PDF, അങ്ങനെ ഒത്തിരി സയൻറ്റിസ്റ്റ് പോസ്റ്റുകൾ, സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റുകൾ, അങ്ങനെ ഒത്തിരി അവസരങ്ങൾ നെറ്റ് മേഖലകളിലേക്കും ഉണ്ട്. സെറ്റിന് അധ്യാപനം മാത്രമാണ്. ഇപ്പം സെറ്റ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി ലെവലിൽ നിങ്ങൾക്കൊരു അധ്യാപകനാകാം, ഒരു അധ്യാപികയാകാം. അപ്പം അതിനും ഒത്തിരി സാധ്യതകളുണ്ട്. സാധ്യതകളിലൊന്നുമല്ല, മാനേജ്മെൻറ്റിലും സർക്കാരിലും ഒത്തിരി സാധ്യതകൾ എണ്ണത്തിലും കൂടുതലാണ്. അതുകൊണ്ട് ഒത്തിരി സാധ്യതകൾ അവിടെയും നിങ്ങൾക്കുണ്ട്. അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ നിങ്ങൾ ഈ മൈഗ്രേഷൻ്റെ കാര്യവും ചിന്തിക്കണം. അപ്പം നമ്മുടെ +2 കഴിഞ്ഞിട്ടാണ് കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ +2 വരെയുള്ള കുട്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് അവസരങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് സെറ്റ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ ഏതിനാണ് നിങ്ങളുടെ അഭിരുചി ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു പോക്കാണ് നല്ലത്. ഇപ്പോൾ സെറ്റ് പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ നെറ്റിന് വന്ന് പോയിട്ട് അവിടെ ഗതികേടിന് ലെക്ചർഷിപ്പ് കിട്ടി, അല്ലെങ്കിൽ JRF കിട്ടി, പിന്നെ റിസർച്ച് എന്ന് പറഞ്ഞ് പോയി അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവിടെ ആ കഷ്ടപ്പാടായിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചുള്ളൊരു മേഖല അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. റിസർച്ച് എന്നൊക്കെ പറയുന്ന അത്ര സുഖകരമായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല റിസർച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ പറയുക. അപ്പോൾ അത്ര സുഖകരമായിട്ടുള്ളൊരു ഏർപ്പാടല്ല. കോളേജ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതും അത്ര സുഖകരമായിട്ടുള്ള ഏർപ്പാടല്ല. കാരണം അവർ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കുട്ടികളല്ല. ഹയർ സെക്കൻഡറി കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു സ്കൂൾ അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്കൂൾ അന്തരീക്ഷം ആ ഒരു രീതിയിൽ ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്കതായിരിക്കും ഏറ്റവും നല്ല ഒരു മാർഗം. ഇനി കുറച്ച് ലിബറലായിട്ടുള്ള, കുറച്ച് ഫ്രീഡം ആഗ്രഹിക്കുന്ന, റിസർച്ച് മൈൻഡ് ഉള്ള, തോട്ട് കുറച്ച് ലിബറലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ആണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നെറ്റിന് പോവുക, നെറ്റ് പഠിക്കുക, അത് ക്വാളിഫൈ ചെയ്യുക, അധ്യാപന ജോലി സ്വീകരിക്കുക, റിസർച്ചിന് പോവുക. ആ ഒരു മേഖലയിലേക്ക് നിങ്ങൾ പോകണം. പക്ഷേ ആ മേഖലയിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അവസരങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അവസരങ്ങൾ കുറച്ച് കുറവാണ്, പക്ഷേ വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ഹൈ ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വലിയൊരു വളർച്ചയും ആ മേഖലയിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെറ്റ് നെറ്റ് എന്നുള്ളൊരു താരതമ്യം എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ മേഖല നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. വേറെ ആർക്കും നിങ്ങളെ ആ ഒരു മേഖലയിൽ സഹായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് സെറ്റാണോ നെറ്റാണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. B.Ed ഉണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യം സെറ്റ് എഴുതി നോക്കുക തന്നെ വേണം. എന്നിട്ട് അവസരം കിട്ടുന്നിടത്ത് നിങ്ങൾ ആദ്യം ചാടി കയറുക. ജീവിതം ഏറ്റവും ആദ്യം ഒന്ന് കരുപ്പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ഇന്നത്തെ കാലത്ത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ജോലി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ ആ ഒരു ജോലി മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ മാർഗം നിങ്ങൾ തീരുമാനിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.